പാരലോഗ്രാം ലാ വെച്ചിട്ട് ചെയ്യുന്ന വേറൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതിൽ എന്താണ് ട്വിസ്റ്റ് എന്ന് നോക്കാം. ഇതിൽ വലിയ പരിപാടിയൊന്നുമില്ലടേ, എളുപ്പമുള്ള ക്വസ്റ്റ്യൻസാണ് ഇതൊക്കെ. എന്താണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. 2 ഫോഴ്സസ് പി ആൻഡ് ക്യൂ. അപ്പോൾ പി എന്ന് പറയുന്നൊരു ഫോഴ്സ് ഉണ്ട്, ക്യൂ എന്ന് പറയുന്നൊരു ഫോഴ്സ് ഉണ്ട്. ഓഫ് മാഗ്നറ്റ്യൂഡ്സ് 25 ന്യൂട്ടൺ ആൻഡ് 10 ന്യൂട്ടൺ ആർ ആക്ടിങ് അറ്റ് എ പോയിൻറ്റ്. ഒരു പോയിൻറ്റിൽ 25 ന്യൂട്ടനുള്ളതും 10 ന്യൂട്ടനുള്ള രണ്ട് ഫോഴ്സസ് പിയും ക്യൂവും എന്ത് ചെയ്യുന്നുണ്ട്, ആക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ പി എന്ന് പറയുന്ന ഫോഴ്സ് 25 ആണ് തന്നിരിക്കുന്നതെന്ന് എടുക്കാം. പിന്നെ ക്യൂ എന്ന് പറയുന്ന ഫോഴ്സ് 10 ആണ് തന്നിരിക്കുന്നത് എന്നുള്ള രീതിയിലും എടുക്കാം. ക്യൂ ഈസ് ഈക്വൽ ടു 10 ന്യൂട്ടൺ. അപ്പോൾ ആദ്യത്തെ ഒരു സെൻറ്റൻസ് വായിച്ചാൽ മനസ്സിലാവുമല്ലോ. പിയും ക്യൂ എന്ന് പറയുന്ന രണ്ട് ഫോഴ്സ് ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്നു. ദ ഫോഴ്സസ് പി ആൻഡ് ക്യൂ മേക്ക് ആംഗിൾ 15 ഡിഗ്രി ആൻഡ് 45 ഡിഗ്രി. പിയും ക്യൂവും ഏതൊക്കെ ആംഗിൾസ് മേക്ക് ചെയ്യുന്നുണ്ട്? 15 ഡിഗ്രി, 15 ഡിഗ്രിയും 45 ഡിഗ്രിയും മേക്ക് ചെയ്യുന്നുണ്ട്. മെഷേർഡ് കൗണ്ടർ ക്ലോക്ക് വൈസ് വിത്ത് ദ ഹോറിസോണ്ടൽ. അപ്പോൾ അവിടെയായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് വരുന്നത്. അപ്പം ദ ഫോഴ്സസ് പി ആൻഡ് ക്യൂ makes an angle of 15 degree and 45 degree measured counter clockwise with the horizontal. അപ്പോൾ അവിടെ ഒരു ഹോറിസോണ്ടൽ വേണം. ആ ഹോറിസോണ്ടലിന് റെഫറൻസ് ആക്കിയിട്ടാണ് ബാക്കി കാര്യങ്ങൾ അവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ഹോറിസോണ്ടൽ എന്ത് ചെയ്തു, ഒരു ഹോറിസോണ്ടൽ റെപ്രസെൻറ്റ് ചെയ്തു. ഈ ഹോറിസോണ്ടലിൽ നിന്ന് എത്ര ഡിഗ്രി മെഷേർഡ് ഇൻ കൗണ്ടർ ക്ലോക്ക് വൈസ് അല്ലേ? കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഏത് ഡയറക്ഷനാണ്? ഈ ഒരു ഡയറക്ഷനാണ്. ക്ലോക്ക് കറങ്ങുന്നതിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഈ ക്ലോക്ക് കറങ്ങുന്നതിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ എത്ര? 15 ഡിഗ്രി 45 ഡിഗ്രി മാറി. 15 ഡിഗ്രി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പോയിന്റ് വെച്ചിട്ട് ഞാൻ എന്താണ് ഒരു 15 ഡിഗ്രി എടുത്തിട്ട്, ഇങ്ങനെ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഞാൻ പിന്നെ നിങ്ങൾക്ക് ഇത്തിരി മനസ്സിലാവട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ വരച്ചത്. ഇങ്ങനെ വരച്ചത്. ഇവിടെ നിന്നൊരു 15 ഡിഗ്രി മാറിയിട്ട് എന്ത് ചെയ്തു, നിങ്ങൾ ചുമ്മാ ഒരു ലൈനിങ് വരച്ചാലും മതി. ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ട് ഇത് എത്ര ഡിഗ്രി മാറി നിൽക്കുമെന്ന് നോക്കുക. 15 ഡിഗ്രി, അതായത് 15 ഡിഗ്രി മാറി നിൽക്കുന്ന ഒരു ലൈനാണ്. 15 ഡിഗ്രി ആൻഡ് 45 ഡിഗ്രി. അടുത്ത 45 ഡിഗ്രി മാറി നിൽക്കുന്ന ലൈൻ എന്താണ്? കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലെടുത്താണ്. കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ടുകൊണ്ടാണ് നമ്മൾ ഈ രീതി എടുക്കുന്നത്. എത്രയാണ്? 45 ഡിഗ്രി. 45 ഡിഗ്രി കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 45 ഡിഗ്രി. അപ്പോൾ ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? 45 ഡിഗ്രി. അപ്പോൾ 15 ഡിഗ്രിയും 45 ഡിഗ്രിയും. അപ്പം ദ ഫോഴ്സസ് പി ആൻഡ് ക്യൂ മേക്സ് ആൻ ആംഗിൾ ഓഫ്, അതുണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? ഇപ്പം 15 ഡിഗ്രി ഇൻ ദ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വിത്ത് ദ ഹോറിസോണ്ടൽ. അതാണ് എന്ത് മേക്ക് ചെയ്യുന്ന ആംഗിൾ? പി മേക്ക് ചെയ്യുന്ന ആംഗിൾ. അപ്പോൾ ഈ ഒരു ഡയറക്ഷനിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് അതെന്താണെന്ന് പറയാം? ദിസ് ഈസ് പി. അപ്പോൾ നമുക്കിത് ഈ ഒരു ഫോഴ്സ് ഞാനിപ്പോൾ എത്രയാണ്? പി 25 ന്യൂട്ടൺ അല്ലേ? പി 25 ന്യൂട്ടൺ ആയതുകൊണ്ട് അത് ഇത്രയും എന്തായിട്ട് വലുതാക്കി വരയ്ക്കുന്നു. ക്യൂ എന്ന് പറയുന്നത് 10 ന്യൂട്ടൺ ആണ്. അപ്പോൾ 10 ന്യൂട്ടൺ ആകുമ്പോൾ 25നെ കാട്ടി ചെറുതാണ്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് വരയ്ക്കുമ്പോൾ ഇത് കൂടി ചെറുതാണ്. ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് ഇത്രയേ വരയ്ക്കുന്നുള്ളൂ. ദിസ് ഈസ് ക്യൂ. അപ്പോൾ ചെറിയത്. അപ്പോൾ പി മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയെന്ന് പറഞ്ഞിരിക്കുന്നത്? 15 ഡിഗ്രി വിത്ത് ദ ഹോറിസോണ്ടൽ ഇൻ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 15 ഡിഗ്രി മാറി എന്ത് പി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് റെപ്രസെൻറ്റ്സ് പി. ഇനി കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 45 ഡിഗ്രി മാറി എന്ത് നിൽക്കുന്നുണ്ട്? ക്യൂ എന്ന് പറയുന്ന ഫോഴ്സ് നിൽക്കുന്നു. അപ്പോൾ ക്യൂ എന്ന് പറയുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇതാണ്. കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നമ്മൾ ഈ ഹോറിസോണ്ടലിൽ നിന്ന് എടുത്തത്. ഡിറ്റർമിൻ ദ റിസൾട്ടൻ്റ് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ഇത് എന്ത് കണ്ടുപിടിക്കണം? റിസൾട്ടൻ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിന് പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 45 ഡിഗ്രിയും ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്? 15 ഡിഗ്രിയാണ്. ഓക്കെ. അപ്പോൾ ഇനി ബിറ്റ്വീൻ ഇതിന് ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറയുന്നത്, ഇതിന് ഇടയ്ക്കുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ആംഗിൾ, ദിസ് ഈസ് ആൽഫ. ആൽഫ എന്ന് പറയുന്നത് ഇൻക്ലൂഡഡ് ആംഗിൾ ബിറ്റ്വീൻ പി ആൻഡ് ക്യൂ. അപ്പോൾ ആൽഫ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എടുക്കേണ്ടി വരും? ഇവിടെ നിന്ന് ഇതുവരെ 45, ഇവിടെ നിന്ന് ഇതുവരെ 15. അപ്പോൾ 45 ഡിഗ്രിയിൽ നിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്യണം? 15 ഡിഗ്രി മൈനസ് ചെയ്യണം. അപ്പോൾ ആൽഫ ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര ഡിഗ്രി എന്ന് കിട്ടും? 30 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ആൽഫ ഇൻക്ലൂഡഡ് ആംഗിൾ ബിറ്റ്വീൻ പി ആൻഡ് ക്യൂ ഈസ് 30. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഡിറ്റർമിൻ ദ റിസൾട്ടൻ്റ്. റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ആറാണ്. പി എന്ന് പറയുന്നതും ക്യൂ എന്ന് പറയുന്ന രണ്ട് ഫോഴ്സസ് ഉണ്ടെങ്കിൽ അതിനിടയ്ക്കുള്ള ആംഗിളും ഉണ്ടെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ദ റിസൾട്ടൻ്റ്. പാരലോഗ്രാം ലാ വെച്ചിട്ട് റിസൾട്ടൻ്റ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ്? ഒരു പ്രത്യേകത, ഇതിന് ഒരു പാരലോഗ്രാം. അപ്പോൾ ഇത്ര പോർഷൻസ് വെച്ചിട്ട് ഒരു പാരലോഗ്രാം ഞാൻ എന്ത് ചെയ്യുന്നു, കൺസ്ട്രക്ട് ചെയ്ത് നോക്കുക. അപ്പം ആ ഒരു രണ്ട് ഫോഴ്സ് വെച്ചിട്ട്, അപ്പോൾ ഈ ഒരു ഇതിന് പാരലായിട്ട് ഇവിടെ ഒരു എന്ത് ചെയ്യണം, ഒരു ലൈൻ വരയ്ക്കണം. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് കൂട്ടിമുട്ടുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? ഒരു പാരലോഗ്രാം ഫോം ചെയ്യും. ആ പാരലോഗ്രാമിൻ്റെ എന്തെന്ന് പറയുന്നത് തേർഡ് സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ തേർഡ് സൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഡയഗണൽ എന്ന് പറയുന്നത്. ഡയഗണൽ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഈ ഒരു പോയിൻറ്റും ഈ ഒരു പോയിൻറ്റും കൂടെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ആ ഒരു ലൈൻ, ആ വരയ്ക്കുന്ന ലൈനായിരിക്കും ആ റിസൾട്ടൻറ്റിൻ്റെ എന്ത് പറയുന്നതിൽ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ദിസ് വിൽ ബി ദ റിസൾട്ടൻറ്റ്, അതായിരിക്കുമല്ലോ റിസൾട്ടൻറ്റ്. ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ബൈ ദി ഇക്വേഷൻ. ആ റിസൾട്ടൻറ്റ് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? റിസൾട്ടൻറ്റ് അപ്പോൾ നമ്മൾ എഴുതും
റിസൾട്ടൻ്റ് ആണ് കണ്ടുപിടിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് റിസൾട്ടൻ്റ് എന്ന് എടുത്ത് എഴുതിയിട്ട് ആർ എഴുതി എന്നിട്ട് അതിൻ്റെ ഡയറക്റ്റ് ഇക്വേഷൻ ഏതാണെന്നുള്ളത് എന്ത് ചെയ്ത് കൊടുക്കുക എഴുതി കൊടുക്കുക. ഏതൊക്കെയാണ് ഫോഴ്സസ് പിയും ക്യൂവും. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്താണ് നിങ്ങൾക്കറിയാമല്ലോ, പി സ്ക്വയർ സ്ക്വയർ റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു പി ഇൻറ്റു ക്യൂ ഇൻറ്റു എന്ത് വരും കോസ് ആൽഫ. ഇതാണ് ഇക്വേഷൻ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, വലിയ പരിപാടികളൊന്നുമില്ല. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ പി സ്ക്വയർ, പി എന്ന് പറയുന്നത് എത്രയാണ് 25 ൻ്റെ സ്ക്വയർ പ്ലസ് ക്യൂ എന്ന് പറയുന്നത് 10 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു പി ഇൻറ്റു ക്യൂ. പി എന്ന് പറയുന്നത് ഇവിടെ എത്ര അഗെയിൻ 25 ഇൻറ്റു ക്യൂ എന്ന് പറയുന്നത് ഇവിടെ എത്ര ഇറ്റ് ഈസ് 10 ഇൻറ്റു കോസ് ഓഫ് ദി ആംഗിൾ കോസ് ആൽഫ. ആൽഫ എത്ര ഡിഗ്രിയാണ് 30 ഡിഗ്രി. കോസ് ആൽഫ 30 ഡിഗ്രി. അപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 34.03 ന്യൂട്ടൺ എന്നാണ്. നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്താണോ അതവിടെ എഴുതുക. ഇനി അപ്പോൾ നമുക്കിവിടെ മാഗ്നിറ്റ്യൂഡ് കിട്ടി. ദിസ് ഈസ് ദ ആൻസർ. ഇതൊരു ആൻസറാണ്. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ഡയറക്ഷൻ കണ്ടുപിടിക്കണം. ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ തീറ്റയാണ്. അതിപ്പം നമ്മുടെ ഈ റിസൾട്ടൻ്റ് എന്ന് പറയുന്ന ഈ ഒരു വെക്റ്റർ, റിസൾട്ടൻ്റ് വെക്റ്റർ പി എന്ന് പറയുന്ന ഈ ഒരു ഫോഴ്സുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണെങ്കിൽ തീറ്റ കണ്ടുപിടിക്കാൻ തീറ്റയാണ് എന്ത് എന്ന് പറയുന്നത് ഡയറക്ഷൻ ഓഫ് ദാറ്റ് റിസൾട്ടൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡയറക്ഷൻ ഓഫ് ആർ എന്ന് പറയുന്നത് തീറ്റ ഈസ് ഗിവൺ ബൈ അതാണ്ട് ഇൻക്ലിനേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇൻക്ലിനേഷൻ ഓഫ് ദ റിസൾട്ടൻറ്റിൻ്റെ ഈ റിസൾട്ടൻ്റ് ആറാണ്, അതിൻ്റെ ഇൻക്ലിനേഷൻ വിത്ത് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് പി എന്ന് പറയുന്ന ഫോഴ്സ് ഉണ്ടല്ലോ, പി എന്ന് പറയുന്ന ഫോഴ്സുമായിട്ട് മേക്ക് ചെയ്യുന്ന ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് ഈസ് ഗിവൺ ബൈ ദിസ് ഇക്വേഷൻ തീറ്റ ഈസ് ഈക്വൾ. എനിക്ക് ടാൻ തീറ്റ ഈസ് ഈക്വൾ എന്നും പറഞ്ഞും ഈ ഇക്വേഷൻ പഠിച്ചു വെക്കാം. അല്ലെങ്കിൽ ഞാനിവിടെ എന്താ പറയുന്നത് തീറ്റ ഈക്വൾ ടു എന്ന് പറഞ്ഞ് എഴുതുന്നു. ഇപ്പോൾ ടാൻ തീറ്റ ഈക്വൾ ടു എന്ന് പറഞ്ഞ് എഴുതിയ സൈൻ ആൽഫ ബൈ കോസ് ആൽഫ പ്ലസ് പി ബൈ ക്യൂ. പി ആയിട്ട് മേക്ക് ചെയ്യുന്ന ഡയറക്ഷൻ ആണെന്ന് ആലോചിച്ചോളണം തീറ്റ നമ്മൾ എഴുതിയ ഇക്വേഷൻ. അപ്പം റിസൾട്ടൻ്റ് ഈസ് ഗിവൺ ബൈ തീറ്റ ഈസ് ഈക്വൾ ടു ഡയറക്ഷൻ ഓഫ് റിസൾട്ടൻ്റ് ഈസ് ഗിവൺ ബൈ തീറ്റ ഈക്വൾ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് സൈൻ ആൽഫ ബൈ സൈൻ ആൽഫ എന്ന് പറഞ്ഞാൽ എത്ര സൈൻ 30 ഡിവൈഡഡ് ബൈ കോസ് ആൽഫ എന്ന് പറഞ്ഞാൽ എത്ര കോസ് 30 പ്ലസ് പി ബൈ ക്യൂ. പി എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ് പറഞ്ഞേക്കുന്നത് 25, ക്യൂ എന്ന് പറയുന്നത് എത്രയാണ് പറഞ്ഞേക്കുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 10. അപ്പോൾ പി ബൈ ക്യൂ ഇട്ടു. അപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ തീറ്റയുടെ വാല്യൂ ടാൻ ഇൻവേഴ്സ് ഓഫ് ഈ ഒരു വാല്യൂ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് കിട്ടുന്നത് 8.45 ഡിഗ്രി. ഓക്കെ. ഇനി ഡയറക്ഷൻ വിത്ത് ഹോറിസോണ്ടൽ ആണ് നിങ്ങൾക്ക് വേണ്ടിയെങ്കിൽ നമുക്ക് ഈ ഒരു പി ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ. ഈ ഹോറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഈ ഒരു ആംഗിളാണ് നമുക്ക് വേണ്ടതെങ്കിൽ ഈ ഇവിടെ ഉള്ള എത്ര ആംഗിളാണ് 15 ഡിഗ്രിയും ഈ തീറ്റയും കൂടെ എന്ത് ചെയ്ത് കൊടുത്താൽ മതി ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇവിടുത്തെ ഹോറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ റിസൾട്ടൻ്റ് ഹോറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ അത് വേണമെങ്കിൽ അതും കൂടെ എഴുതാം. എന്താണ് നമുക്കിങ്ങനെ എഴുതാം ഇൻക്ലിനേഷൻ ഓഫ് റിസൾട്ടൻ്റ് വിത്ത് ഹോറിസോണ്ടൽ. ഈ റിസൾട്ടിൻ്റെ ഇൻക്ലിനേഷൻ വിത്ത് എന്തുവാണ് നമ്മുടെ ഈ ഹോറിസോണ്ടൽ. ഇതല്ലേ നമ്മുടെ ഹോറിസോണ്ടൽ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇൻക്ലിനേഷൻ ഓഫ് റിസൾട്ടൻ്റ് വിത്ത് റിസൾട്ടൻ്റ് എന്ന് പറയുമ്പോൾ ആറാണല്ലോ, റിസൾട്ടൻ്റ് വിത്ത് ഹോറിസോണ്ടൽ ഈസ് ഈക്വൽ ടു എന്താണ് 15 പ്ലസ് തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു 15 പ്ലസ് 8.45 15 പ്ലസ് 8.45. അപ്പോൾ അത് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 23.45 ഡിഗ്രി എന്ന് വരും. സോ ദിസ് ഈസ് ആൻസർ.